ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം 4-ാം അധ്യായം. സ്വയംഭൂവമനുപുത്രനായ പ്രിയവ്രതൻ്റെ വംശവിസ്താരവും തന്മധ്യേ പ്രകൃതാനുസരണം നരകവിവരണവും ഇപ്പോൾ കഴിഞ്ഞ 3 അധ്യായങ്ങൾ കൊണ്ട് ഭഗവൻ നാമ സങ്കീർത്തന മാഹാത്മ്യവും കേട്ട പരീക്ഷിത്ത് രാജാവ് ഉത്താനപാദ രാജവംശ വിസ്താരം കേൾപ്പാൻ ആഗ്രഹിച്ചു ചോദിക്കുന്നു. രാജോവാച: ദേവാസുരനൃണാം സർഗോ നാഗാനാം മൃഗപക്ഷിണാം സാമാസികസ്ത്വയാ പ്രോക്തോ യസ്തു സ്വയംഭുവേന്ദരേ തസ്യൈവ വ്യാസമിച്ഛാമി ജ്ഞാതും തേ ഭഗവൻ യഥാ അനുസർഗം യയാ ശക്ത്യാ സസർജ ഭഗവാൻ പരഃ. രാജാവ് ചോദിക്കുന്നു: ഹേ സർവജ്ഞനായ ഭഗവൻ, സ്വയംഭുവ മന്വന്തരത്തിൽ ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ, നാഗങ്ങൾ, മൃഗങ്ങൾ ഇവരുടെ സൃഷ്ടിയെ അങ്ങ് സംഗ്രഹിച്ചരുളി ചെയ്തുവല്ലോ. അതിൻ്റെ വിസ്താരം അങ്ങയിൽ നിന്ന് കേൾപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ പരമാത്മാവ് അനന്തരം ഏതുവിധമായ ശക്തിയാൽ ഏതു പ്രകാരത്തിലാണ് സൃഷ്ടിയെ അഭിവൃദ്ധിപ്പെടുത്തിയത് എന്ന് അരുളി ചെയ്യണം. സൂത ഉവാച: ഇതി സംപ്രശ്നമാകർണ്യ രാജർഷേർബാധരായണിഃ പ്രതിനന്ദ്യ മഹായോഗി ജഗാത മുനിസത്തമാഹ. സൂതൻ പറഞ്ഞു: ഹേ മുനിശ്രേഷ്ഠന്മാരെ, രാജർഷിയായ പരീക്ഷിത്ത് ഇപ്രകാരം ഭക്തിശ്രദ്ധാപൂർവം ചോദിച്ചതു കേട്ട് മഹായോഗിയായ ശ്രീ ശുകാചാര്യർ ചോദ്യത്തെ അഭിനന്ദിച്ച ശേഷം മറുപടി പറഞ്ഞു. ശ്രീ ശുക ഉവാച: യഥാ പ്രജേതസപുത്ര ദശ പ്രാചീന ബർഹിഷഃ അന്തഃസമുദ്രാദുന്മഗ്ന ദദൃശുർഗാം ദ്രുമൈർവൃതാം ദ്രുമേഭ്യ ക്രുദ്യമാനാസ്തേ തപോദീപിതമന്യവഃ മുഖതേ വായുമഗ്നിം ച സസൃജുസ്തദിദക്ഷയാ. വിരജശ്ചരമോദ്ഭവഃ എന്ന് മുമ്പ് പറഞ്ഞിരിക്കയാൽ വിരജൻ പ്രിയംവ്രത വംശത്തിൽ അവസാനത്തെ രാജാവായിരുന്നു എന്ന് സിദ്ധിച്ചുവല്ലോ. ഇനി ഉത്താനപാദ വംശത്തെ നിരൂപിക്കാനാണ് ഭാവിക്കുന്നത്. ഏതുവിധം പ്രജാഭിവൃദ്ധിയെ വരുത്തി എന്നുള്ള ചോദ്യത്തിന് ദക്ഷാതിരൂപേണ പ്രജാസൃഷ്ടിയെ ഭഗവാൻ വർദ്ധിപ്പിച്ചു എന്ന് ഉത്തരം പറയുവാൻ ഭാവിക്കുന്ന ശ്രീ ശുകാചാര്യർ ദക്ഷ പ്രജാപതിയുടെ ഉദ്ഭവത്തിൻ്റെ പൂർവ്വപീഠിക ആരംഭിക്കുന്നു. പ്രാചീന ബർഹിസിൻ്റെ 10 പുത്രന്മാരായ പ്രജേതസ്സുക്കൾ ശ്രീ ശിവൻ്റെ ഉപദേശമനുസരിച്ച് ജലാന്തർഭാഗത്തിൽ ബഹുകാലം തപസ്സു ചെയ്തുകൊണ്ടിരുന്നു. നാരദോപദേശപ്രകാരം പ്രാചീന ബർഹസ്സും വിരക്തനായി ഭവിച്ചപ്പോൾ രാജ്യം അരാജകമായി ഭവിച്ചു. കൃഷിയാദി വ്യാപാരങ്ങൾ തടസ്സം കൂടാതെ നടക്കാതിരുന്നതുകൊണ്ട് ഭൂമിയിൽ വൃക്ഷലതാദികൾ വർദ്ധിച്ചു ഭൂമിയെ മറച്ചുകളഞ്ഞു. ജലാന്തർഭാഗത്തിൽ നിന്ന് മേൽപോട്ട് വന്ന പ്രജേതസ്സുകൾ ഭൂമി വൃക്ഷങ്ങളാൽ മൂടപ്പെട്ടതായി കണ്ടു. ബഹുകാലം ചെയ്ത തപസ്സു നിമിത്തം അവരുടെ ക്രോധം ഉജ്ജ്വലിച്ചു. വൃക്ഷങ്ങളെ മുഴുവനും ദഹിപ്പിക്കണമെന്നുള്ള ക്രോധാധിക്യം നിമിത്തം അവരുടെ മുഖത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഭയങ്കരമായ അഗ്നിയും പുറപ്പെട്ടു. താഭ്യാം നിർദഹ്യമാനാം സ്ഥാനുപലഭ്യ കുരുദ്വഹ രാജോവാച മഹാൻ സോമോ മഞ്ഞും പ്രശമയന്നിവ. കാറ്റും തീയും ഒന്നിച്ചു ചേർന്ന് വൃക്ഷങ്ങളെ ദഹിപ്പിക്കുന്നത് വൃക്ഷങ്ങളുടെ മഹാരാജാവായ ചന്ദ്രൻ കണ്ടു. ഹേ കുരുകുല ശ്രേഷ്ഠ, പ്രജേതസ്സുകളുടെ കോപത്തെ ശമിപ്പിക്കുവാനായിട്ട് ചന്ദ്രൻ അവരോടിങ്ങനെ പറഞ്ഞു: മാതൃമേഭ്യോ മഹാഭാഗാ ദീനേഭ്യോ ദ്രോഗ്ധുമർഹത വിവർദ്ധൈഷവോ യൂയം പ്രജാനാം പദയ സ്മൃതാഹ. ഹേ മഹാസമർത്ഥന്മാരെ, അചേതനങ്ങളും അതിനാൽ പ്രതികാരം ചെയ്യുവാൻ അശക്തങ്ങളുമായ വൃക്ഷങ്ങളെ ദ്രോഹിക്കുന്നത് നിങ്ങൾക്ക് യുക്തമല്ല. പ്രജാഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന നിങ്ങൾ വൃക്ഷങ്ങളുടെയും രക്ഷിതാക്കന്മാരാണെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അഹോ പ്രജാപതി പതിർഭഗവാൻ ഹരിരവ്യയഃ വനസ്പതീനോഷധീശ്ച സസർജോർജമിഷം വിഭുഃ. ഭഗവത് ഭക്തന്മാരായ നിങ്ങൾ ഭഗവാന്റെ സൃഷ്ടികളെ നശിപ്പിക്കുന്നത് കഷ്ടമല്ലയോ എന്നുള്ള അഭിപ്രായത്തോടുകൂടി പറയുന്നു. ലോകസ്രഷ്ടാവായ ബ്രഹ്മദേവൻ്റെയും പതിയും ഒരുവിധത്തിലും വികാരമില്ലാത്തവനും ജ്ഞാനമൂർത്തിയുമായ ശ്രീഹരി പിതൃക്കൾക്കും ദേവകൾക്കും അന്നമായിട്ട് വൃക്ഷങ്ങളെയും ചെടികളെയും സൃഷ്ടിച്ചു. അന്നം ചരാണാമജരാ ഹ്യപദപാദചാരിണാം അഹസ്താഹസ്തയുക്താനാം ദ്വിപദാം ച ചതുഷ്പദഃ. ചിറകുകൾ കൊണ്ട് സഞ്ചരിക്കുന്ന വണ്ടുകൾ മുതലായവയ്ക്ക് പുഷ്പബലാദികളാകുന്ന അജരങ്ങൾ ആഹാരം. കാലുകൾ കൊണ്ട് സഞ്ചരിക്കുന്ന പശുക്കൾ, പോത്തുകൾ മുതലായവയ്ക്ക് പാദങ്ങളില്ലാത്ത പുല്ല് മുതലായവ ആഹാരം.
കൈകളുള്ള വ്യാഘ്രം മുതലായവയ്ക്ക് കൈകളില്ലാത്ത മൃഗാദികൾ ആഹാരം. 2 കാലുള്ള മനുഷ്യർ മുതലായവർക്ക് 4 കാലുള്ളവ ഭക്ഷണം. യൂയം ച പിത്വാന്വാദിഷ്ടോ ദേവദേവേന ചാനഗാഃ പ്രജാസർഗായ ഹി കഥം വൃക്ഷാൻ നിർദഗ്ധുമർഹത. തപസ് മുതലായ സത്കർമ്മങ്ങളാൽ പാപരഹിതന്മാരായുള്ളവരെ ഈശ്വരനാലും പിതാവായ പ്രാചീന ബർഹിസിനാലും പ്രജാസർഗത്തിനായിക്കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ പ്രജകൾക്ക് അന്നമായിരിക്കുന്ന വൃക്ഷങ്ങളെ ഇങ്ങനെ തീരെ ദഹിപ്പിക്കുന്നത് യോഗ്യമാകുന്നതെങ്ങനെ? ആദിഷ്ടത സദാം മാർഗം കോപം യച്ഛതീവിധം പിത്ര പിതാമഹേനാഭിജുഷ്ടം വാ പ്രപിതാമഹൈഃ. നിങ്ങളുടെ പിതാവും പിതാമഹനും പ്രപിതാമഹന്മാരും സ്വീകരിച്ചു വന്നിരുന്ന സന്മാർഗത്തെ, പ്രാണികാരുണ്യത്തെ തന്നെ നിങ്ങളും ആശ്രയിക്കുവിൻ. വർദ്ധിച്ചിരിക്കുന്ന കോപത്തെ അടക്കുവിൻ. തോകാനാം പിതരൗ ബന്ധുഃ ദൃശപക്ഷ്മസ്ത്രിയാ പതിഃ പതിപ്രജാനാം ഭിക്ഷൂണാം ഗൃഹ്യജ്ഞാനാം ബുധസുഹൃദ്. ലോകത്തിൽ ബാലന്മാർക്ക് അമ്മയച്ഛന്മാരും കണ്ണിന് കൺപോളയും സ്ത്രീക്ക് ഭർത്താവും സന്യാസികൾക്ക് ഗൃഹസ്ഥാശ്രമിയും അറിവില്ലാത്തവർക്ക് വിദ്വാനും ഏതുവിധം ഹിതകർത്താവായിരിക്കുന്ന ബന്ധുവോ അതുപോലെ പ്രജകൾക്ക് രാജാവും ബന്ധുവാകുന്നു. അന്തർദേഹേഷു ഭൂതാനാം ആത്മാസ്തേ ഹരിരീശ്വരഃ സർവം തദ്ദിഷ്ണമീക്ഷധ്വമേവം വസ്തോഷിതോ ഹ്യസൗ. ചരങ്ങളും അചരങ്ങളുമായ ഭൂതങ്ങളുടെ ശരീരമധ്യത്തിൽ എല്ലാം ചെയ്യുവാൻ സമർത്ഥനും സർവവ്യാപിയുമായ ശ്രീഹരി ആത്മസ്വരൂപേണ വസിക്കുന്നതിനാൽ സർവവും ശ്രീഹരിയുടെ വാസഭവനമാണെന്ന് നിങ്ങൾ കാണുവിൻ. അങ്ങനെയായാൽ നിങ്ങളാൽ ശ്രീഹരി സന്തോഷിപ്പിക്കപ്പെട്ടു. യത്സമുത്പതിതം ദേഹ ആകാശാന്മന്യുമുൽബണം ആത്മജിജ്ഞാസയായച്ചേ സഗുണാനതിവർത്തതേ. കോപത്തെ എല്ലാവരും അടക്കേണ്ടതാണെന്ന് സർവസാമാന്യേന പറയുന്നു. ദേഹാന്തർഭാഗത്തിലുള്ള ഹൃദയാകാശത്തിൽ നിന്ന് പുറപ്പെടുന്ന ഭയങ്കരമായ ക്രോധത്തെ യാതൊരുവൻ അടക്കുന്നുവോ അവനാണ് ആത്മാവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നവൻ. അവൻ ഗുണകാര്യങ്ങളായ സകല വൃത്തികളെയും അതിക്രമിക്കുവാൻ സമർത്ഥനാകുന്നു. അലം ദഗ്ധൈർധ്രുമൈർദീനൈഃ കിലാനാം ശിവമസ്തുവഃ വാർഷീഹേഷാ വരാ കന്യാ പത്നീത്വേ പ്രതിഗൃഹ്യതാം. അചേതനങ്ങളും പ്രതികാര സമർത്ഥങ്ങളുമായ വൃക്ഷങ്ങളെ ദഹിപ്പിച്ചതു മതി, ബാക്കിയുള്ള വൃക്ഷങ്ങൾക്കും നിങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടും അടങ്ങാതിരിക്കുന്ന അവരെ അടക്കുവാനായി ദാനമെന്ന ഉപായം സ്വീകരിച്ച് പറയുന്നു. ഈ കന്യക വൃക്ഷപുത്രിയാകുന്നു. നിങ്ങളുടെ ഭാര്യയായിരിക്കാൻ യോഗ്യയായ ഇവളെ സ്വീകരിക്കുവിൻ. ഇത്യാമന്ത്രവരാരോഹാം കന്യാമാപ്സരസീം നൃപ സോമോ രാജായ യൗ ദത്വാ തേ ധർമ്മേണോപയേമിരേ. ഇപ്രകാരം പറഞ്ഞിട്ട് പ്രംളോജ എന്നു പേരായ അപ്സര സ്ത്രീയുടെ പുത്രിയായ ഈ ഉത്തമകന്യകയെ രാജാവായ ചന്ദ്രൻ പ്രജേതസ്സുകൾക്ക് നൽകിയിട്ട് ആ സ്ഥലം വിട്ടുപോയി. അവർ 10 പേരും ധർമ്മപ്രകാരം അവളെ ഏകപത്നിയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. തേഭ്യസ്തസ്യാം സമഭവത് ദക്ഷപ്രാജേതസഖില യസ്യ പ്രജാവിസർഗേണ ലോക ആഭൂരിതാസ്ത്രയഃ. പ്രജേതസുകളിൽ നിന്ന് മാരിഷ എന്നു പേരായ അവളിലുണ്ടായ പുത്രൻ പ്രാജേതസൻ എന്നു സുപ്രസിദ്ധനായ ദക്ഷനാകുന്നു. അദ്ദേഹത്തിൽ നിന്നുണ്ടായ സന്താനങ്ങളെക്കൊണ്ട് 3 ലോകങ്ങളും നിറഞ്ഞു. യഥാ സസർജഭൂതാനി ദക്ഷോ ദുഹിതൃവത്സലഃ രേതസാ മനസാ ചൈവ തന്മമാവഹിത ശൃണു. പുത്രിമാരിൽ വത്സലനായ ദക്ഷൻ രേതസ്സുകൊണ്ടും മനസ്സുകൊണ്ടും ഭൂതങ്ങളെ സൃഷ്ടിച്ച പ്രകാരത്തെ ഞാൻ പറയാം, ശ്രദ്ധയോടെ കേൾക്കുക. പുത്രിമാരിൽ നിന്നാണ് വംശാഭിവൃദ്ധി, പുത്രന്മാർ മൂലമല്ല എന്ന് ദുഹിതൃവത്സല എന്ന വിശേഷണം ധരിപ്പിക്കുന്നു. മനസൈവാസൃജത് പൂർവം പ്രജാപതിരിമാ പ്രജാഃ ദേവാസുരമനുഷ്യാദിൻ നഭസ്ഥല ജലൗകസഃ. ദക്ഷൻ ആദ്യം മനസ്സുകൊണ്ട് തന്നെ ആകാശത്തിലും ഭൂമിയിലും ജലത്തിലും വസിക്കുന്ന ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ മുതലായ പ്രജകളെ സങ്കല്പത്താൽ തന്നെ സൃഷ്ടിച്ചു. തമബൃംഹിതമാലോക്യ പ്രജാസർഗം പ്രജാപതിഃ വിന്ധ്യപാദാനുപവ്രജ്യ സോചരത് ദുഷ്കരം തപഃ. പ്രജാപതിയായ ദക്ഷൻ തൻ്റെ സങ്കല്പ സൃഷ്ടി വൃദ്ധിപ്പെടാത്തതായി കണ്ടപ്പോൾ വിന്ധ്യപർവ്വതത്തിൻ്റെ സമീപ പർവ്വതങ്ങളിൽ പ്രവേശിച്ച് കഠിന തപസ്സു ചെയ്തു.
തത്രാഗമർഷണം നാമ തീർത്ഥം പാപഹരം പരം ഉപസ്പൃശ്യാനുസവനം തപസാതോഷയദ്ധരീം. അവിടെ അകമർഷണമെന്നു പേരായതും പാപങ്ങളെ നശിപ്പിക്കത്തക്ക മാഹാത്മ്യമുള്ളതുമായ ശ്രേഷ്ഠ തീർത്ഥമുള്ളതിൽ എല്ലാ സന്ധ്യകളിലും സ്നാനാദികൾ ചെയ്ത് തപസ്സുകൊണ്ട് ശ്രീഹരിയെ പ്രസാദിപ്പിച്ചു. അസ്തൗഷീദ്ധം സൗഹ്യേന ഭഗവന്തമദോഷജം തുഭ്യം തദഭിദാസ്യാമി കസ്യാതുഷ്യത് യഥോ ഹരിഹി. ഇന്ദ്രിയങ്ങൾ കൊണ്ടറിയുവാൻ കഴിയാതിരിക്കുന്ന ശ്രീ ഭഗവാനെ ഹംസഗുഹ്യം എന്നു പേരായ സ്തോത്രം കൊണ്ട് സ്തുതിച്ചു. അതിനാൽ ഭഗവാൻ ദക്ഷൻ്റെ പേരിൽ സന്തോഷിച്ചു. ആ സ്തോത്രം അങ്ങേക്ക് ഉപദേശിക്കാം. പ്രജാപതിരുവാച നമഃപരായ വിദദാനുഭൂതയേ ഗുണത്രയാഭാസ നിമിത്തബന്ധവേ അദൃഷ്ടദാംനേ ഗുണതത്വബുദ്ധിഭിർനിവൃത്തമാനായ ദദേ സ്വയംഭുവേ. ദക്ഷൻ സ്തുതിച്ചു. പ്രമാണത്തെ അതിക്രമിച്ചും ഗുണകാര്യങ്ങളായ ദേഹേന്ദ്രിയാദികളിൽ പരമാർത്ഥ ബുദ്ധിയുള്ളവരാൽ അറിയപ്പെടാത്ത സ്വരൂപത്തോടുകൂടിയും ത്രിഗുണങ്ങൾ നിമിത്തം പ്രകാശിക്കുന്ന ജീവൻ്റെയും ഗുണങ്ങളുടെ നിമിത്തമായിരിക്കുന്ന പ്രകൃതിയുടെയും നിയന്താവും സത്യയായ ചിച്ചക്തിയോടുകൂടിയവനും സ്വപ്രകാശസ്വരൂപനുമായ പുരുഷോത്തമന് നമസ്കാരം. നയസ്യ സഖ്യം പുരുഷോ വൈദി സഖ്യുഃ സഖാവസൻ സംവസത പുരേസ്മിൻ ഗുണോ യഥാ ഗുണിനോ വ്യക്തദൃഷ്ടേസ്തസ്മൈ മഹേശായ നമസ്കരോമി. ഈ ശരീരത്തിൽ വസിക്കുന്ന ജീവൻ തനിക്ക് ഭോഗത്തെയും മോക്ഷത്തെയും സാധിപ്പിക്കുന്ന പരമസുഹൃത്ത് ചെയ്യുന്ന സഹായത്തെ അറിയുന്നില്ല. ശബ്ദാദി വിഷയങ്ങളെ ഗ്രഹിക്കുന്ന ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങൾ അറിയാത്തതുപോലെ ജീവൻ പരമാത്മാവിനെയും അറിയുന്നില്ല. അതിനു കാരണം ജീവൻ്റെ ദർശനം പ്രപഞ്ചത്തെക്കുറിച്ചാകുന്നു. അതിനാൽ തൻ്റെ പരമസഖനായ ഭഗവാന്റെ സ്വരൂപത്തെ അറിയുന്നില്ല. ബ്രഹ്മാദി ദേവന്മാർക്കും ഈശ്വരനായിരിക്കുന്ന ആ ഭഗവാന് നമസ്കാരം. ദേഹോ സവോക്ഷ മനവോ ഭൂതമാത്ര നാത്മാനമന്യം ച വിദുഃപരം യത് സർവം പുമാൻ വേദ ഗുണാംശ തജ്ഞോ ന വേദ സർവജ്ഞമനന്തമീഡേ. ഗുണകാര്യമായ ശരീരം, പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധഃകരണങ്ങൾ, പൃഥ്വിയാദി പഞ്ചഭൂതങ്ങൾ, ഗന്ധാദികളായ തന്മാത്രങ്ങൾ ഇവ അവയുടെ സ്വരൂപങ്ങളെയും അവയിൽ അധിവസിക്കുന്ന ദേവതാവർഗത്തെയും അവയിൽ നിന്നും ഭിന്നനായിരിക്കുന്ന ജീവനെയും അറിയുന്നില്ല. ജഡമായതുകൊണ്ട് അറിയാത്തതിൽ കുറ്റവുമില്ല. ചേതനാസ്വരൂപനായ ജീവനാകട്ടെ മേൽപ്പറഞ്ഞ ദേഹാദി ജഡങ്ങളെ അറിയുന്നു. ഇപ്രകാരം അറിയുന്നവൻ തന്നെയെങ്കിലും പരിച്ഛിന്നനും അജ്ഞാനാവൃതനും ആയതുകൊണ്ട് സർവവ്യാപിയും സർവജ്ഞനുമായിരിക്കുന്ന പരമാത്മാവിനെ അറിയുന്നില്ല. അപരിച്ഛിന്ന സ്വരൂപനായ ആ സർവേശ്വരനെ ഞാൻ സ്തുതിക്കുന്നു. യതോ പരാമോ മനസോ നാമരൂപരൂപസ്യ ദൃഷ്ടസ്മൃതി സംപ്രമോഷാത് യഈയതേ കേവലയാ സ്വസംസ്ഥയാ ഹംസായ തസ്മൈ ശുചിസദ്മനേ നമഃ. ഗുണങ്ങളെയും ഗുണകാര്യങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ശ്രീ ഭഗവാൻ സ്വയം പ്രകാശസ്വരൂപൻ ഈ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിലും അറിയപ്പെടാതിരിക്കുന്നത് മനസ്സിൻ്റെ ചലനം നിമിത്തമാകുന്നു. നാമരൂപങ്ങളെ രൂപീകരിക്കുന്ന സ്വഭാവത്തോടുകൂടിയ മനസ്സ് സംശയ വിപരീത സങ്കല്പ വികല്പ ഭാവനകളിൽ നിന്നും അവയുടെ സ്മരണത്തിൽ നിന്നും ജാഗ്രത് സ്വപ്നാവസ്ഥകളിലുള്ള വിക്ഷേപങ്ങളിൽ നിന്നും സുഷുപ്തിയിലുള്ള ലയത്തിൽ നിന്നും നിർമുക്തമായി സമാധിയിൽ സ്ഥിരപ്പെടുന്ന സമയത്തിൽ ഗുണസംബന്ധമില്ലാതിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപത്തോടുകൂടി യാതൊരുവൻ സ്വയമേവ പ്രകാശിക്കുന്നുവോ പരിശുദ്ധമായ ഹൃദയത്തിൽ വിളങ്ങുന്ന ആ പരമാത്മാവിനായിക്കൊണ്ട് നമസ്കാരം. മനീഷിണോന്തർഹൃദി സന്നിവേശിതം സ്വശക്തിഭിർനവഭിശ്ച ത്രിവൃദ്ഭിഃ വന്യീം യഥാ ദാരുണി പാഞ്ചദശ്യം മനീഷയാ നിഷ്കർഷന്തി ഗൂഢം. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരതത്വം, മനസ്സ്, പഞ്ചതന്മാത്രങ്ങൾ ഇങ്ങനെ 9 വിധത്തിലും സത്വം, രജസ്, തമസ് എന്ന് 3 വിധത്തിലും ഇരിക്കുന്ന ഈശ്വരശക്തികൾ അജ്ഞന്മാരുടെ ജ്ഞാനശക്തിയെ മറയ്ക്കുന്നതുകൊണ്ട് അവർ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നില്ല. മനസ്സിനെ അടക്കുന്നതിൽ സമർത്ഥന്മാരായ വിവേകികൾ ഹൃദയാന്തർഭാഗത്തിൽ നിശ്ചലനായിരിക്കുന്ന പരമാത്മാവിനെ ശ്രവണമനനാദികളാൽ പരിശുദ്ധയായിരിക്കുന്ന ബുദ്ധി കൊണ്ടറിയുന്നു. ദാരുവിൽ അടങ്ങിയിരിക്കുന്ന ഹോമാഗ്നിയെ മന്ത്രശക്തിയുടെ സഹായത്തോടുകൂടി മദനം ചെയ്ത് പ്രകാശിപ്പിക്കുന്നത് പോലെ വിചാരശക്തിയാൽ പരമാത്മാവിനെ മനീഷികൾ അറിയുന്നു. വിചാരിപ്പാനുള്ള മന്ത്രങ്ങളോ മഹാവാക്യങ്ങളാകുന്നുവെന്നറിയണം. സവൈ മമാശേഷ വിശേഷമായ നിഷേധ നിർവാണ സുഖാനുഭൂതി
സസർവനാമാ സജ വിശ്വരൂപഃ പ്രസീദതാമനിരുക്താത്മശക്തി. കാര്യകാരണാത്മക പ്രപഞ്ചമായി പരിണമിച്ചിരിക്കുന്ന മായയുടെ നിഷേധത്താൽ മായാസ്പർശനം ഇല്ലാത്തതിനാൽ സച്ചിദാനന്ദ സ്വരൂപനായി തന്നെ ഇരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ നേരെ പ്രസാദിക്കണമേ. പ്രപഞ്ച സംബന്ധമില്ലാതെ തന്നെ സകല നാമരൂപങ്ങളുമായിരിക്കുന്ന ആ ശ്രീഹരിയുടെ ശക്തി ഒരുവിധത്തിലും നിർവചിപ്പാൻ സാധിക്കാത്തതാകുന്നു. യദ്യന്നിരുക്തം വചസാ നിരൂപിതം ദിയാക്ഷഭിർവാ മനസാവോദയസ്യ മാ ഭൂസ്വരൂപം ഗുണരൂപം ഹി തത്തത് സ വൈ ഗുണാപായ വിസർഗലക്ഷണഃ. വാക്കിനാൽ യാതൊന്നു പറയപ്പെടുന്നുവോ, ബുദ്ധിയാൽ യാതൊന്നു നിശ്ചയിക്കപ്പെടുന്നുവോ, ഇന്ദ്രിയങ്ങളാൽ യാതൊന്നു ഗ്രഹിക്കപ്പെടുന്നുവോ, മനസ്സിനാൽ യാതൊന്നു സങ്കല്പിക്കപ്പെടുന്നുവോ, അതൊന്നും ഭഗവാന്റെ വാസ്തവ സ്വരൂപമല്ല. അതൊക്കെയും ഗുണസ്വരൂപമാകുന്നു. ഗുണകാര്യങ്ങളുടെ ഉദ്ഭവത്തിനും നാശത്തിനും അധിഷ്ഠാനമായിരിക്കുന്നവനാകുന്നു ഭഗവാൻ. യസ്മിന്നതോ ഏന ച യസ്യ യസ്മൈ യദ്യോ യഥാ കുരുതേ കാര്യതേ ച പരാവരേഷാം പരമം പ്രാക് പ്രസിദ്ധം തദ്ബ്രഹ്മ തദ്ദേതുരനന്യദേഹം. ബ്രഹ്മം സർവകാരണമായതിനാൽ കാര്യങ്ങളോടുള്ള സമന്വയം അവിതർക്കിതമാണെന്നാണ് വിവരിക്കുന്നത്. കാര്യം കാരണസ്വരൂപമായിരിക്കുന്നത് ലോകത്തിൽ അനുഭവമാണല്ലോ. ബ്രഹ്മാദികളായ ഉത്കൃഷ്ടന്മാർക്കും പരമകാരണം ബ്രഹ്മമാകുന്നു. അവരുടെ അനന്തരജാതന്മാരായ നികൃഷ്ടന്മാർക്കും ജന്മാദികൾക്ക് മുമ്പേ തന്നെയുള്ള തത്വമായ ബ്രഹ്മമാകുന്നു കാരണം. സജാതീയമോ വിജാതീയമോ ആയ മറ്റൊരു വസ്തുവിൻ്റെ സംബന്ധമില്ലാത്തതുകൊണ്ട് പരമകാരണമായിരിക്കുന്ന പരമതത്വം തന്നെ ബ്രഹ്മം. ഈ ലോകം നിലനിൽക്കുന്നത് ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തിലാകുന്നു. ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കയാൽ ബ്രഹ്മത്തിൻ്റെ സംബന്ധിയുമാകുന്നു. സകലരെയും വ്യാപരിപ്പിക്കുന്നതും പരപ്രേരണ കൂടാതെ സ്വയമേവ വ്യാപരിക്കുന്നതും ബ്രഹ്മമാകുന്നു. ബ്രഹ്മവ്യതിരിക്തമായിട്ട് യാതൊന്നുമില്ല. യച്ഛക്തയോ വദതാം വാദിനാം വൈ വിവാദ സംവാദ ഭുവോ ഭവന്തി കുർവന്തി ചൈഷാം മുഹുരാത്മമോഹം തസ്മൈ നമോനന്ദ ഗുണായ ഭൂമ്നെ. എല്ലാം ബ്രഹ്മമായിരിക്കുന്നുവെങ്കിൽ മതഭേദങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്നതിന് കാരണം പറഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നു. ഓരോ വിധത്തിൽ വാദിക്കുന്നതിനും ചിലരതിനെ അനുവദിക്കുന്നതിനും മറ്റു ചിലർ അതിനെ ഖണ്ഡിക്കുന്നതിനും കാരണം മായ തന്നെ. വിദ്യ അവിദ്യ എന്ന രണ്ട് വിധത്തിലിരിക്കുന്ന മായയുടെ പരിണാമങ്ങൾക്ക് കണക്കില്ല. പൂർവപക്ഷ സിദ്ധാന്തപക്ഷങ്ങളിൽ ഏർപ്പെടുന്നവരുടെ മനസ്സിനെ ഈ ശക്തികൾ വ്യാമോഹിപ്പിക്കുന്നതുകൊണ്ട് വാദപ്രതിവാദങ്ങൾ അവസാനിക്കുന്നതേയില്ല. ഇങ്ങനെ എല്ലാമായിരിക്കാനും ഒന്നോടും സംബന്ധപ്പെടാതെ സച്ചിദാനന്ദ സ്വരൂപത്താൽ എങ്ങും നിറഞ്ഞിരിപ്പാനും സമർത്ഥമായിരിക്കുന്ന ആ ബ്രഹ്മത്തിനു നമസ്കാരം. അസ്തീതി നാസ്തീതി ച വസ്തുനിഷ്ഠയോരേകസ്തയോർഭിന്ന വിരുദ്ധധർമ്മയോഃ അവേക്ഷിതം കിഞ്ചന യോഗസാംഖ്യയോഃ സമം പരം ഹനുകൂലം ബൃഹത്തത്. പൂർവപക്ഷ സിദ്ധാന്തപക്ഷങ്ങൾക്ക് വിഷയമായിരിക്കുന്ന ശക്തികളുടെ മൂലകാരണമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ പരമാർത്ഥ സ്വരൂപം എന്താണെന്ന് ഉറപ്പിക്കുന്നു. യോഗശാസ്ത്രത്തിൽ ഭഗവാനെ ഉപാസിക്കുവാനുള്ള മാർഗം പറയുന്നു. അപ്പോൾ ശിരസ്, പാദം മുതലായ അവയവങ്ങളും ശംഖം, ചക്രം മുതലായ ആയുധങ്ങളും ഭഗവാനുണ്ടെന്ന് യോഗശാസ്ത്രം വിധിക്കുന്നു. സാംഖ്യശാസ്ത്രത്തിൽ കയ്യ്, കാൽ, ശ്രോത്രം മുതലായ അവയവങ്ങളൊന്നുമില്ലാതെ സർവത്ര നിറഞ്ഞിരിക്കുന്ന സച്ചിദാനന്ദ ഘനമാണ് പരമതത്വം എന്ന് പറയുന്നു. രണ്ടു കൂട്ടരും പരമാർത്ഥമായിരിക്കുന്ന ഒരു തത്വമുണ്ടെന്ന് സമ്മതിക്കുന്നു. അവയവങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നുമുള്ള സംഗതികൾ ഒന്ന് മറ്റൊന്നിനോട് യോജിക്കാതെ ഇരിക്കുന്നുവെങ്കിലും രണ്ടിനും ആസ്പദമായിട്ടവർ നിശ്ചയിച്ചിരിക്കുന്ന പരമതത്വം രണ്ടല്ല, ഒന്നു തന്നെ. അത് രണ്ടുപേർക്കും തുല്യം. രണ്ട് വാദങ്ങളും നിലനിൽക്കുന്നത് ഏകമായ ഒരു പരമാർത്ഥ തത്വത്തെ ആശ്രയിച്ചാകുന്നു. ആ വസ്തു തന്നെയാണ് ബ്രഹ്മം. യോനുഗ്രഹാർത്ഥം ഭജതാം പാദമൂലമനാമരൂപോ ഭഗവാനനന്ദഃ നാമാനി രൂപാണി ച ജന്മകർമ്മഭിർ ബേജേ സമഹ്യം പരമപ്രസീദതു. അപരിച്ഛിന്നനായ യാതൊരു ഭഗവാൻ നാമരൂപങ്ങളോട് കൂടാത്തവനാണെങ്കിലും സ്വപാദമൂലത്തെ ഭജിക്കുന്നവരെ അനുഗ്രഹിപ്പാനായി അവതാര സ്വരൂപങ്ങളെയും കർമ്മങ്ങളെയും അവയെ സൂചിപ്പിക്കുന്ന നാമധേയങ്ങളെയും സ്വീകരിക്കുന്നുവോ പരമപുരുഷനായ ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ. യപ്രാകൃതേ ജ്ഞാനപദേർജനാനാം യദാശയം ദേഹഗതോ വിഭാതി യദാനില പാർത്ഥിവമാശ്രിതോ ഗുണം സ ഈശ്വരോ മേ കുരുതാൻ മനോരഥം. സകാമന്മാരുടെ മനോരഥം സാധിപ്പിക്കുവാൻ രുദ്രാദിദേവന്മാരെ ഭജിക്കുകയല്ലയോ നല്ലത് എന്നുള്ള ആക്ഷേപത്തെ പരിഹരിച്ചും കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു.
അർവാചീനങ്ങളായ ഉപാസനാ മാർഗഭേദങ്ങളെ അനുസരിച്ച് ഓരോരോ ദേവതകളെ സങ്കല്പിച്ച് ഭജിക്കുന്ന ജനങ്ങളുടെ അന്തർഗതനായിരിക്കുന്ന യാതൊരുവൻ അതാതു ദേവതാ സ്വരൂപേണ അവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുകയും അവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുകയും ചെയ്യുന്നുവോ, സർവ്വദേവതാ സ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരൻ എൻ്റെ സങ്കല്പത്തെ സത്യമാക്കി തീർക്കട്ടെ. ശ്രീ ശുക ഉവാച ഇതി സ്തുതഃ സംസ്തുതവദഃ തസ്മിന്നകമർഷേണ ആവിരാസീത് കുരുശ്രേഷ്ഠ ഭഗവാൻ ഭക്തവത്സലഃ. ഹേ കുരുകുലശ്രേഷ്ഠ, അകമർഷണം എന്ന ആ തീർത്ഥസ്ഥാനത്തിൽ ഇപ്രകാരം ശ്രദ്ധാപൂർവം ദക്ഷനാൽ സ്തോത്രം ചെയ്യപ്പെട്ട ഭക്തവത്സലനായ ഭഗവാൻ ദക്ഷൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി ഭവിച്ചു. കൃതപാദസുപർണാംസേ പ്രലംബാഷ്ടമഹാഭുജഃ ചക്രശങ്കാസി ചർമ്മേഷു ധനുപ്പാശഗദാധരഃ. പ്രത്യക്ഷനായ ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണിക്കുന്നു. ഗരുഡൻ്റെ സ്കന്ധത്തിൽ പാദങ്ങൾ വെച്ചും ഏറ്റവും നീണ്ടിരിക്കുന്ന 8 കൈകളിൽ ചക്രം, ശംഖ്, വാൾ, പരിച, ബാണം, വില്ല്, പാശം, ഗദ എന്ന 8 ആയുധങ്ങളെ ധരിച്ചുമിരുന്നു. പീതവാസാഗനശ്യാമഃ പ്രസന്നവദനേക്ഷണഃ വനമാലാ നിവീതാംഗോ ലസത് ശ്രീവത്സകൗസ്തുഭഃ. മഞ്ഞ പട്ടുവസ്ത്രം ധരിച്ചും മേഘം പോലെ ശ്യാമള നിറത്തോടുകൂടിയും പ്രസാദത്തെ സൂചിപ്പിക്കുന്ന മുഖത്തോടും നേത്രങ്ങളോടും കൂടിയും കണ്ടം മുതൽ പാദം വരെ വ്യാപിച്ചിരിക്കുന്ന വനമാലയോടും ഏറ്റവും പ്രകാശിക്കുന്ന ശ്രീവത്സം എന്ന മറുവോടും കൗസ്തുഭം എന്ന രത്നത്തോടും കൂടിയും ഇരിക്കുന്നു. മഹാകിരീട കടക സ്ഫുരന്മകരകുണ്ടലഃ കാഞ്ചങ്കുലീയ വലയ നൂപുരാംഗതഭൂഷിതഃ. മഹത്തുക്കളായ കിരീടം, കടകം, ഏറ്റവും പ്രഭയുള്ള മകരകുണ്ടലങ്ങൾ, അരഞ്ഞാൺ, വിരൽമോതിരം, പാദഭൂഷണം, അംഗദം എന്നിങ്ങനെയുള്ള ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. ത്രൈലോക്യമോഹനം രൂപം ബിഭ്രതൃഭുവനേശ്വരഃ വൃതോ നാരദനന്ദാദ്യൈ പാർഷദൈ സുരയൂഥപൈഃ സ്തൂയമാനോനുഗായദ്ഭിഃ സിദ്ധഗന്ധർവചാരണൈഃ. 3 ലോകങ്ങളെയും മോഹിപ്പിക്കുവാൻ തക്ക രൂപത്തെ ധരിച്ചിരിക്കുന്ന ത്രിലോകേശ്വരൻ നാരദാദി മുനികളാലും നന്ദാദികളായ പാർഷദന്മാരാലും ദേവസംഘാധിപന്മാരാലും സ്തുതിക്കപ്പെട്ടുകൊണ്ടും സിദ്ധന്മാർ, ഗന്ധർവന്മാർ, ചാരണന്മാർ ഇവരാൽ അനുസരിച്ച് ഗാനം ചെയ്യപ്പെട്ടും കൊണ്ടുമിരുന്നു. രൂപം തന്മഹദാശ്ചര്യം വിജക്ഷ്യാഗതസാധ്വസഃ നനാമദണ്ഡവത് ഭൂമൗ പ്രഹൃഷ്ടാത്മാ പ്രജാപതിഃ. അത്യാശ്ചര്യത്തെ ജനിപ്പിക്കുന്ന ആ രൂപം കണ്ടപ്പോൾ സംഭ്രമവും മനസ്സിൽ ഏറ്റവും സന്തോഷവുമുണ്ടായ ദക്ഷപ്രജാപതി ഭൂമിയിൽ ദണ്ഡനമസ്കാരം ചെയ്തു. നകിഞ്ചിനോദീരയതും അശഗത്തീവ്രയാമുദ ആപൂരിതമനോദ്വാരൈർഹൃദിന്യൈവ നിർജ്ജരൈഃ. അടക്കാൻ സാധിക്കാത്ത വിധം അധികരിച്ച സന്തോഷത്താൽ നദീപ്രവാഹങ്ങളാൽ തടാകങ്ങളെന്ന പോലെ മനോദ്വാരങ്ങൾ മുഴുവനും പൂർണ്ണമായതിനാൽ ഒന്നും ഉച്ചരിപ്പാൻ ശക്തനായില്ല. തം തഥാ വനദം ഭക്തം പ്രജാകാമം പ്രജാപതിം ചിത്തജ്ഞ സർവഭൂതാനാം ഇദമാഹ ജനാർദ്ദനഃ. ഭൂമിയിൽ ദണ്ഡം പോലെ നമസ്കരിച്ചും ഹൃദയത്തിൽ പ്രജയെ കാക്ഷിച്ചുമിരിക്കുന്ന ഭക്തനായ ദക്ഷപ്രജാപതിയോട് സകല പ്രാണികളുടെയും മനസ്സിലുള്ള ഭാവങ്ങളെ അറിയുന്ന ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു. ശ്രീ ഭഗവാനുവാച പ്രാജേതസ മഹാഭാഗ സംസിദ്ധസ്തപസാ ഭവാൻ യശ്രദ്ധയാ മത്പരയാ മയി ഭാവം പരംഗതഃ. ഭഗവാൻ അരുളി ചെയ്തു, ഹേ പ്രജേതസ്സുകളുടെ പുത്രനായ ഭാഗ്യശാലിൻ, അങ്ങയ്ക്ക് തപസ്സുകൊണ്ട് സാധിക്കേണ്ടതായ ബലം ലഭിച്ചിരിക്കുന്നു. എന്തെന്നാൽ അങ്ങയുടെ ശ്രദ്ധ എന്നിൽ തന്നെ ബലപ്പെട്ടതിനാൽ എന്നെക്കുറിച്ചുണ്ടാകേണ്ടതായ പരമഭക്തി ഉണ്ടായിരിക്കുന്നു. ഭക്തി തന്നെ തപസ്സിൻ്റെ പരമബലം. പ്രീതോഹം ജേ പ്രജാനാഥ യത്തേ സ്യോദ്ബൃംഹണം തപഃ മമൈഷ കാമോ ഭൂതാനാം യദ്ഭൂയാസുർവിഭൂതയഃ. ഹേ പ്രജാപാലന സമർത്ഥ, അങ്ങയുടെ തപസ് ഈ ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായിരിക്കയാൽ ഞാൻ അങ്ങയിൽ സന്തോഷിച്ചിരിക്കുന്നു. പ്രാണികൾക്ക് അഭിവൃദ്ധികൾ ഭവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുപകരിക്കുന്ന തപസ് ആചരിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങയിൽ സന്തോഷിച്ചിരിക്കുന്നത്. ബ്രഹ്മാഭവോ ഭവന്തശ്ച മനവോ വിബുധേശ്വരാഃ വിഭൂതയോ മമ ഹ്യേതാ ഭൂതാനാം ഭൂതിഹേതവഃ. ബ്രഹ്മാവ്, ശിവൻ, പ്രജാപതികളായ നിങ്ങൾ, മനുക്കൾ, ദേവേന്ദ്രൻ മുതലായവരെല്ലാം ലോകങ്ങളുടെ അഭിവൃദ്ധിക്ക് കാരണഭൂതങ്ങളായ എൻ്റെ വിഭൂതികളാകുന്നു. അതുകൊണ്ട് ലോകാഭിവൃദ്ധികരമായ യത്നം സമുചിതം തന്നെ.
തപോ മേ ഹൃദയം ബ്രഹ്മം സ്തനുർവിദ്യ ക്രിയാകൃതി അംഗാനി ക്രതവോ ജാത ധർമ്മ ആത്മാ സവസുരാഹ. അങ്ങയുടെ തപസ്സിനാൽ ഞാൻ സന്തുഷ്ടനായെന്ന് മുമ്പ് പറഞ്ഞതിനെ അനുസരിച്ചു തന്നെ ലോകാഭിവൃദ്ധി ഹേതുക്കളായ വിദ്യാദികളെയും സ്തുതിക്കുന്നു. യമനിയമാതിസഹിതമായ ധ്യാനം എൻ്റെ ഹൃദയം, ഹേ ബ്രഹ്മൻ. അംഗസഹിതമായ മന്ത്രജപം എൻ്റെ ശരീരം, നിത്യനൈമിത്തിക ക്രിയകൾ എൻ്റെ ആകൃതി, വേണ്ടതുപോലെ നടത്തുന്ന യത്നങ്ങൾ എൻ്റെ അവയവങ്ങൾ, ധർമ്മം എൻ്റെ മനസ്സ്, യത്നഭാഗത്തെ അനുഭവിക്കുന്ന ദേവന്മാർ എൻ്റെ പ്രാണങ്ങൾ. അഹമേവാസമേവാഗ്രേ നാന്യത് കിഞ്ചാന്തരം ബഹിഃ സംജ്ഞാനമാത്രമവ്യക്തം പ്രസുപ്തമിവ വിശ്വതഃ. സൃഷ്ടിക്ക് മുമ്പ് ഞാൻ മാത്രമുണ്ടായിരുന്നു. ഗ്രഹിക്കത്തക്കതായ ബാഹ്യവസ്തുക്കളോ ഗ്രഹിക്കുന്നതായ അന്ധഃകരണമോ ഒന്നുമുണ്ടായിരുന്നില്ല. ചൈതന്യം മാത്രമാണ് എൻ്റെ സ്വരൂപം. ഇന്ദ്രിയങ്ങൾക്ക് വിഷയവുമല്ല. അതുകൊണ്ട് സർവത്ര പരിപൂർണമായ ശാന്തി തന്നെ വ്യാപിച്ചിരിക്കുന്നു. മയ്യനന്ത ഗുണേനന്ദേ ഗുണദോ ഗുണവിഗ്രഹഃ യദാസി തദ ഏവാദ്യഃ സ്വയംഭൂ സമഭൂതജഃ. എങ്ങും വ്യാപിച്ചിരിക്കുന്ന അപരിച്ഛേദ്യനായ ഞാനാകുന്ന അധിഷ്ഠാനത്തിൽ ഗുണമയിയായ മായയിൽ നിന്ന് ഗുണാത്മകമായ ബ്രഹ്മാണ്ടമുണ്ടായപ്പോൾ അതിൽ എൻ്റെ പ്രയത്നം കൂടാതെ തന്നെ ആദ്യനായ ബ്രഹ്മാവുണ്ടായി. അതുകൊണ്ട് ബ്രഹ്മാവിന് സ്വയംഭൂവെന്നും അജനെന്നും നാമധേയമുണ്ടായി. സവൈയദാ മഹാദേവോ മമ വീര്യോ ബഭൃംഹിതഃ മേനേ കിലമിവാത്മാനമുദ്യത സർഗകർമ്മണി. ആ ബ്രഹ്മദേവൻ സകല ദേവന്മാരുടെയും ആദിഭൂതനും എൻ്റെ വീര്യത്താൽ സമർത്ഥനാക്കപ്പെട്ടവനുമായിരുന്നിട്ടും സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടപ്പോൾ താൻ അതിന് സമർത്ഥനല്ലാത്തവനെന്ന പോലെ വിചാരിച്ചു. അധമേ വിഹിതോ ദേവസ്തപോ തപ്യതദാരുണം നവവിശ്വസൃജോ യുഷ്മാൻ ഏനാദാവസൃജദ്വിഭുഃ. അപ്പോൾ എൻ്റെ ഉപദേശപ്രകാരം ഉഗ്രമായ തപസ്സു ചെയ്തു. അതുനിമിത്തം സമർത്ഥനായി ഭവിച്ചു. ബ്രഹ്മദേവൻ ലോകാഭിവൃദ്ധി വരുത്തുവാൻ സമർത്ഥന്മാരായ നിങ്ങളെ 9 പ്രജാപതികളെ ആദിയിൽ സൃഷ്ടിച്ചു. ഏഷാ പഞ്ചജനസ്യാംഗ ദുഹിതാ വൈ പ്രജാപതേഃ അസ്തിനി നാമ പത്നീത്വേ പ്രജേശ പ്രതിഗൃഹ്യതാം. ഹേ പ്രജാഭിവൃദ്ധി വരുത്തുന്നതിൽ ഉദ്യുക്തനായ പൂജ്യ, പഞ്ചജനൻ എന്നു പേരായ പ്രജാപതിയുടെ അസിഗ്നി എന്നു പേരായ പുത്രിയായ ഇവളെ അങ്ങ് പത്നിയായി സ്വീകരിച്ചാലും. മിഥുനവ്യവായ ധർമ്മസ്ത്വം പ്രജാസർഗമിമം പുനഃ മിഥുനവ്യവായ ധർമ്മിണ്യാം ഭൂരിശോഭാവയിഷ്യസി. സ്ത്രീ സംയോഗധർമ്മത്തെ അംഗീകരിച്ച അങ്ങ് പുരുഷ സംയോഗധർമ്മത്തെ അംഗീകരിച്ചിരിക്കുന്ന ഇവളിൽ ഈ പ്രജാസൃഷ്ടിയെ രണ്ടാമതും അഭിവൃദ്ധിപ്പെടുത്തും. ത്വത്തോദസ്താത് പ്രജാ സർവ മിഥുനീഭൂയമായയാ മദീയയാ ഭവിഷ്യന്തി ഹരിഷ്യന്തി ച മേ ബലീം. അങ്ങ് മുതൽക്കുള്ള എല്ലാ പ്രജകളും എൻ്റെ മായയുടെ സ്വരൂപമായിരിക്കുന്ന സ്ത്രീയോട് സംസർഗം ചെയ്ത് ആ സ്ത്രീയിൽ പുത്രഭാവേന ജനിക്കുകയും എൻ്റെ ആജ്ഞ നടത്തുന്നതായ പൂജയെ എനിക്കായി സമർപ്പിക്കുകയും ചെയ്യും. ശ്രീ ശുക ഉവാച. ഇത്യുക്താമിഷദസ്തസ്യ ഭഗവാൻ വിശ്വഭാവനഃ സ്വപ്നോപലബ്ധാർത്ഥൈവ തത്രൈവാന്തർദതേ ഹരിഃ. ശ്രീ ശുകമുനി അരുളി ചെയ്തു. ലോകാഭിവൃദ്ധിയെ വരുത്തുന്ന ഭഗവാൻ ശ്രീഹരി ഇപ്രകാരം അരുളി ചെയ്ത ശേഷം ദക്ഷപ്രജാപതി കണ്ടുകൊണ്ടിരിക്കെ സ്വപ്നത്തിൽ കണ്ട പദാർത്ഥമെന്ന പോലെ അവിടെ തന്നെ മറഞ്ഞു. 4-ാമത്തെ അധ്യായം സമാപിച്ചു. 5-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.